കർണാടക ബണ്ട്വാളിൽ അരും കൊലപാതകം. പ്രണയാഭ്യർത്ഥന നിരസിച്ചതിന് യുവതിയെ പട്ടാപ്പകൽ വെട്ടിക്കൊന്നു. ബണ്ട്വാൾ KSRTC ബസ് സ്റ്റാൻഡിൽ ഇന്ന് വൈകിട്ടാണ് ഈ കൊലപാതകം. കൊലയാളി ചേതൻ ഓടി രക്ഷപ്പെട്ടു. ഉള്ളുലയ്ക്കുന്ന ദൃശ്യത്തിലേക്ക് നാദം. KB ശ്രീധരനാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. ശ്രീധരൻ, ഇന്ന് രാവിലെയാണ് ബംഗളൂരുവിൽ നിന്നും ഒരു പ്രണയപ്പകയെ തുടർന്നുണ്ടായ കൊലപാതകം ശ്രീധരൻ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇന്ന് വൈകിട്ടാകുമ്പോൾ വല്ലാത്തൊരു ദൃശ്യവും ഇങ്ങനെയൊരു വാർത്തയും വരുന്നു. എന്താണ് വിശദാംശങ്ങൾ? ഈ കൊലയാളിയെ കുറിച്ച് എന്തെങ്കിലും സൂചനകൾ പോലീസിന് ലഭിച്ചിട്ടുണ്ടോ? അനശ്വര, കൊലയാളിയെ കുറിച്ച് കൃത്യമായിട്ടുള്ള വിവരം ലഭിച്ചിട്ടുണ്ട്. ഈ മരിച്ച പെൺകുട്ടിയുടെ പേര് ലാവണ്യ എന്നാണ്. ലാവണ്യയുടെ അകന്ന ബന്ധുവായിട്ടുള്ള ചേതൻ എന്ന് പറയുന്ന വ്യക്തിയാണ് ഈ കൊലപാതകി. ഏതായാലും ഈ പെൺകുട്ടിയോട് ഇയാൾ പലതവണ പ്രണയാഭ്യർത്ഥന നടത്തിയിരുന്നു. അത് പെൺകുട്ടി നിരസിച്ചു. ഇതിലുള്ള പകയാണ് ഇങ്ങനെ അരും കൊലയ്ക്ക് കാരണമെന്നാണ് പോലീസ് ഇപ്പോൾ പറയുന്നത്. ഏതായാലും ഈ കൊലപാതകത്തിന് ശേഷം ചേതൻ ഒളിവിൽ പോയിരിക്കുകയാണ്. ഇയാളെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് ഊർജിതമായിട്ടുള്ള പരിശോധനകൾ മംഗളൂരു മേഖല കേന്ദ്രീകരിച്ച് നടക്കുകയാണ്. സംഭവം നടക്കുന്നത് ബണ്ട്വാളിലെ KSRTC ബസ് സ്റ്റാൻഡിന് സമീപത്താണ്. അതായത് നിരവധി ആളുകൾ നോക്കി നിൽക്കുകയാണ് ഈ കൊലപാതകം, ഈ അരും കൊല നടന്നത്. ഈ പ്രണയപ്പകയിലുള്ള കൊലപാതകങ്ങൾ തടയാൻ വേണ്ടി കൃത്യമായിട്ടുള്ള നടപടികളൊക്കെ ഉണ്ടാകുമെന്ന് പലപ്പോഴും സർക്കാർ വൃത്തങ്ങൾ ആവർത്തിക്കുമ്പോഴും ഇങ്ങനെയുള്ള കൊലപാതകങ്ങൾ വല്ലാതെ വർദ്ധിക്കുകയാണ്. ഏതായാലും ഈ ഒരു നഴ്സിംഗ് ഹോമിൽ ജോലി ചെയ്യുന്ന ലാവണ്യ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുന്നതിന് വേണ്ടിയാണ് സ്റ്റാൻഡിലേക്ക് എത്തിയത്. ഈ സമയത്താണ് ഈ ചേതൻ ഈ സ്ഥലത്തെത്തി കയ്യിൽ കരുതിയ ആയുധമെടുത്ത്, മൂർച്ചയേറിയ ആയുധമെടുത്ത് ഇവരെ വെട്ടിയത്. ഏതായാലും ഇതിൽ നിന്ന് രക്ഷപ്പെടാനൊക്കെ ഇവരെ ശ്രമിക്കും തോറും കൂടുതൽ, അതായത് പലതവണ വെട്ടി മരണം ഉറപ്പാക്കുകയാണ് ഇയാൾ ചെയ്ത്. അതിക്രൂര കൊലപാതകം തന്നെയാണ് നടന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഏതായാലും പെട്ടെന്ന് തന്നെ അവിടെ ഉണ്ടായിരുന്ന ആളുകളൊക്കെ ഈ പെൺകുട്ടിയെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഏതായാലും ഇയാൾക്ക് വേണ്ടിയുള്ള അന്വേഷണം പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട്. ശരി, KB ശ്രീധരനാണ് വിശദാംശങ്ങൾ നൽകിയത്.